ഗുരുവായൂരിൽ ദർശനം നടത്തി പിണറായി വിജയന്റെ മകൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റു. പ്രാദേശിക മാധ്യമപ്രവർത്തകനായ രാജു ഗുരുവായൂരിനാണ് മർദ്ദനമേറ്റത്. ഇന്ന് വൈകുന്നേരം 6:30 വിവേക് കിരണും കുടുംബവും ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ പകർത്തിയ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ തടയുകയും പിന്നാലെ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ എത്തി രാജുവിനെ കഴുത്തിനു പിടിച്ച് തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. മാധ്യമപ്രവർത്തകനെ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തിയ ശേഷം മൊബൈലിലെ ദൃശ്യങ്ങൾ നിർബന്ധപൂർവ്വം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിച്ച വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പരാതി. ഇക്കാര്യം ആവശ്യപ്പെട്ട KPCC മാധ്യമ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. 90-ലധികം വ്യാജ പേജുകളുടെ പേരടക്കം സൂചിപ്പിച്ചാണ് ദീപ്തിയുടെ പരാതി. KPCC പ്രസിഡന്റ് അനുമതിയോടെയാണ് പരാതി. പേരാമ്പ്ര സ്ട്രോങ് റൂം വിവാദം. EVM-കളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ലെന്ന് കളക്ടർ. പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ മെറ്റീരിയൽ റൂം തുറന്നത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ. EVM-കളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ലെന്നും ഏപ്രിൽ 20 രാവിലെ 11:15 തുറന്നത് സീൽ ചെയ്യാത്ത മുറിയാണെന്നും കളക്ടർ അറിയിച്ചു. സുരക്ഷാ ജീവനക്കാരന്റെ മൃതദേഹം കിണറ്റിൽ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് സുരക്ഷാ ജീവനക്കാരന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ സ്വദേശി ഭാസ്കരപിള്ളയാണ് മരിച്ചത്. 1.5 വർഷമായി കരിയത്ത് നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു ഭാസ്കരപിള്ള. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. തൊട്ടടുത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലെ തൊഴിലാളികളാണ് രാവിലെ മൃതദേഹം കണ്ടത്. 3 ദിവസമായി ഭാസ്കരൻ പിള്ളയെ വീട്ടുകാർ വിളിച്ചിട്ട് ഫോണിൽ ലഭിച്ചിരുന്നില്ല. സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇയാൾ വീട്ടിലെത്തിയിരുന്നത്. ശ്രീകാര്യം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മേക്കടമ്പ് പള്ളിത്താഴത്ത് 50 മീറ്ററോളം റോഡ് ഒഴിവാക്കി ടാറിംഗ് നടത്തിയ അധികൃതർ. 1.5 വർഷമായി പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്താതെ ടാറിംഗ് നടത്താനുള്ള നീക്കം നാട്ടുകാർ തടയുകയായിരുന്നു. ഇതോടെയാണ് 50 മീറ്ററോളം ഭാഗം ഒഴിവാക്കി ടാറിംഗ് നടത്തിയത്. അധികൃതരുടെ അനാസ്ഥ മൂലം തിരക്കേറിയ പാതയുടെ ഒരു ഭാഗം വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പള്ളിത്താഴത്ത് ദേശീയപാതയ്ക്ക് സമീപം പൈപ്പ് പൊട്ടി വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ജല അതോറിറ്റിയെ പലതവണ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഇവിടെ ടാറിംഗ് നടത്താൻ സംഘം എത്തിയത്. പൈപ്പിലെ ചോർച്ച പരിഹരിക്കാതെ ടാറിംഗ് നടത്തിയാൽ ദിവസങ്ങൾക്കകം റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതോടെ ഈ ഭാഗം ഒഴിവാക്കി ബാക്കി സ്ഥലങ്ങളിൽ ടാറിംഗ് പൂർത്തിയാക്കുകയായിരുന്നു.